നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ആരാണെന്നറിയോ? ചിലർക്ക് വളരെ കുറച്ച് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഭയങ്കര ഫേമസ് ആയ ഒരാളാണ്. നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളാണ്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ്. യൂട്യൂബിലത്തെ എല്ലാ പ്ലേ ബട്ടണും, നമുക്കറിയാത്ത കുറേ പ്ലേ ബട്ടൺ ഉണ്ട്. എല്ലാ പ്ലേ ബട്ടണും കിട്ടിയിട്ടുള്ള ആളാണ്. ഇതുവരെയുള്ള എല്ലാ പ്ലേ ബട്ടണും കിട്ടിയിട്ടുള്ള ഒരേ ഒരാളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ കുറേ പ്ലേ ബട്ടൺസ് വെച്ചിട്ട് പലരും വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സിൽവർ പ്ലേ ബട്ടൺ മിക്കവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഗോൾഡ്, അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കെഎൽ ബ്രോനൊക്കെ ഡയമണ്ട് കിട്ടിയപ്പോൾ അതും നമ്മൾ കണ്ടു. പിന്നെ കെഎൽ ബ്രോന് തന്നെ മറ്റേ റൂബിയുടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത്ര വരെയാണ് നമുക്കറിയുന്നത്. കാരണം കേരളത്തിൽ അതുവരെയാണ് കിട്ടിയിട്ടുള്ളൂ. ഇനിയും കുറേ പ്ലേ ബട്ടണുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. ആദ്യത്തെ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ ആണ്, നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ആദ്യത്തെ പ്ലേ ബട്ടൺ. അതിന് മുമ്പ് ചെറിയ ചെറിയ പ്ലേ ബട്ടൺസ് ഉണ്ട്, എന്നാലും വലിയതായിട്ട് പറയാൻ പറ്റുന്ന നമുക്കൊന്ന് സിൽവർ പ്ലേ ബട്ടൺ ആണ്. സിൽവർ പ്ലേ ബട്ടൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? 100K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടും. ഇത് ഒരുവിധം നല്ല ചാനലുകളുടെ കയ്യിലൊക്കെ സിൽവർ പ്ലേ ബട്ടൺ ഉണ്ടാവാറുണ്ട്. 100K എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1,00,000 സബ്സ്ക്രൈബറാണ് കേട്ടോ. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാലാണ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നത്. 100K അല്ലെങ്കിൽ 1,00,000 രണ്ടും സെയിം ആണ്. കെ വെച്ച് പറയുമ്പോൾ 100K അല്ലെങ്കിൽ വാല്യൂ 1,00,000 സബ്സ്ക്രൈബർ ആകുമ്പോഴാണ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗോൾഡാണ് വരുന്നത്. ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവണം. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 10 ലക്ഷം. മറ്റേത് 1 ലക്ഷം ആയിരുന്നു. ഇത് 10 ലക്ഷം സബ്സ്ക്രൈബർ ആകുമ്പോഴാണ് നമുക്ക് ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടുന്നത്. 10 ലക്ഷം സബ്സ്ക്രൈബർ, 1 മില്യൺ സബ്സ്ക്രൈബർ ആകുമ്പോൾ നമുക്ക് ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടും. ഇതും കുറേ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100K സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. പിന്നെ 1 മില്യൺ സബ്സ്ക്രൈബർ, അതായത് 10 ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടി. ഇനി ഡയമണ്ട് പ്ലേ ബട്ടൺ ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് ടഫായി മാറും അല്ലേ? ഇങ്ങനെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ നമുക്ക് 10 മില്യൺ വേണം. 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് നമുക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടുക. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഉണ്ട്. 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടുന്നത്. ഡയമണ്ട് പ്ലേ ബട്ടൺ കുറച്ച് പാടാണ്. നമ്മളുടെ കേരളത്തിൽ വരലെണ്ണാവുന്ന അത്രയും കുറച്ച് പേർക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അടുത്ത ഡയമണ്ട് പ്ലേ ബട്ടൺ അടുത്ത വരുന്നത് കസ്റ്റം ക്രിയേറ്റർ അവാർഡ്. അതാണ് വരുന്നത്. ഇപ്പോൾ 2020 സെപ്റ്റംബർ 1 വരെ ഇത് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവണം. 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഇത് കൊടുത്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇത് യൂട്യൂബിൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പലർക്കും പല രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ഒരു ചാനലിൽ ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന ചാനലിന് കൊടുത്തത് 20 മില്യൺ ആയപ്പോഴാണ്. നമ്മുടെ കെഎൽ ബ്രോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, 50 മില്യൺ ആയപ്പോഴാണ് കിട്ടിയത്. മിസ്റ്റർ ബീസിന് കിട്ടിയത് 200 മില്യൺ ആയപ്പോഴാണ്. പലർക്കും പല രീതിയിലാണ് കൊടുക്കുന്നത്. ഈ കസ്റ്റം ക്രിയേറ്റർ അവാർഡ് എല്ലാവരും ഒരുപോലെയല്ല ഇരിക്കുക. ഏകദേശം ചാനലിൻ്റെ ഐക്കണൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കും മിക്കവാറും. ഇപ്പോൾ ടി സീരീസിന് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് പിങ്ക് എന്ന് പറഞ്ഞ ചാനലിൽ നമുക്ക് കിട്ടിയത് ഒരു ബ്ലാക്ക് കളറിലായിരുന്നു. കാൽബ്രോടെ നമ്മളൊക്കെ കണ്ടതല്ലേ, ഒരു റൂബി പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ ഉള്ള ഒരു പ്ലേ ബട്ടൺ നീളത്തിലുള്ളത്. അതിൻ്റെ ഇമേജ് ഞാൻ ഇടാം കേട്ടോ. പലർക്കും പലതരത്തിലാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഇത്ര സബ്സ്ക്രൈബ് അക്കൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പലർക്കും പലതരത്തിലാണ് അത് കൊടുക്കുന്നത്. എന്തായാലും 10 മില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൈൽ സ്റ്റോൺ കസ്റ്റം ക്രിയേറ്റർ അവാർഡാണ്. ഇവിടെ കാര്യങ്ങൾ കുറച്ച് ടഫാണ്. നമ്മളൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ജൂലൈ 16, 2025 കണക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ലോകത്തിൽ ഇതുവരെ 88 ചാനലുകൾക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനലുകളുടെ എണ്ണം കുറഞ്ഞു വരാണ് കിട്ടുന്നത്. 88 ചാനലുകൾക്ക് മാത്രമാണ് കസ്റ്റം ക്രിയേറ്റർ അവാർഡ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അതിൽ നമ്മുടെ കെഎൽ ബ്രോയുടെ ചാനലും ഉണ്ട്. ഇനിയൊക്കെ മിക്കതും ഡയമണ്ട് പ്ലേ ബട്ടൺസ് ആണ് ഉള്ളത്. ഇനിയുള്ള പ്ലേ ബട്ടൺസ് മിക്കതും ഡയമണ്ട് പ്ലേ ബട്ടൺസ് ആണ്. ഡയമണ്ടിൽ ഉള്ളിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ഏരോ പോലത്തെ ഒരു സിമ്പിൾ ഉണ്ടാവില്ലേ, ഏരോ ഹെഡ്, അത് മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക ഡയമണ്ട് സിമ്പിളിൽ. അപ്പം നമുക്ക് സാധാരണ ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ഗോൾഡ് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഡയമണ്ട്, അത് പ്യുവറായിട്ട് ഡയമണ്ട് കളറ് ക്രിസ്റ്റൽ ഷെയ്ഡാണ് ഉള്ളത്. ഫുള്ള് ക്രിസ്റ്റൽ ഷെയ്ഡ്. അതിൻ്റെ ഉള്ളിലുള്ള ഏരോ ക്രിസ്റ്റൽ ഷെയ്ഡാണ് ഉള്ളത്.
ഇനിയുള്ളത് ആ ഉള്ളിലുള്ള എയറോടെ കളറ് മാറും. അപ്പൊ നമ്മുടെ അടുത്ത ഡയമണ്ട് വന്നു. അതിന്റെ പേരാണ് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ. സാധാരണ ഡയമണ്ടിന് 10 മില്യൺ ആയിരുന്നു. റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വേണം. 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് റെഡ് ഡയമണ്ട് കിട്ടുള്ളൂ. അപ്പൊ വീണ്ടും ചാനലുകളുടെ എണ്ണം കുറഞ്ഞു. ജൂൺ 22, 2025 കണക്ക് വെച്ചിട്ട് ലോകത്തിൽ ആകെ കൂടെ 14 ചാനലുകൾക്കാണ് ഇത് കിട്ടിയിട്ടുള്ളൂ, റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളൂ. അതിലത്തെ ഫസ്റ്റ് ആദ്യമായിട്ട് കിട്ടിയത് ഇന്ത്യയിലത്തെ ചാനലാണ് ടി സീരീസ്. മെയ് 29, 2019 ടി സീരീസിന് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടുന്നത്. ഈ 14 എണ്ണത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറെ എണ്ണം കിഡ്സിന്റെ ചാനലുകളാണ്. കിഡ്സ് ഡയാന ഷോ, ബ്ലാഡ് ആൻഡ് മിക്കി, കോക്കോമെലൻ, ഈ ചാനലുകളൊക്കെയാണ്. ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ വെക്കുന്ന ചാനലാണ് കേട്ടോ. നമുക്ക് രസമാണ് കണ്ടിരിക്കാനായിട്ട്. നമ്മൾ ഇരുത്തി കാണിപ്പിക്കാൻ പറയില്ലേ, അതുപോലെയുള്ള ചാനലുകളാണ്. പിന്നെ ലാംഗ്വേജ് ഒക്കെ പഠിക്കണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്, ബെറ്ററാണ്. പിള്ളേർ തന്നെ കളിക്കുന്ന വീഡിയോസ് അല്ലേ. അപ്പോൾ 14 ചാനലുകളിൽ കൂടുതലും കിഡ്സിന്റെ ചാനലുകളാണ് വരുന്നത്. ഇതാണ് ഇപ്പൊ വരുന്ന കുട്ടികളെ. ഇതാണ് ഞാൻ പറഞ്ഞ ഡയാന ആൻഡ് റോമയിലത്തെ ഡയാന. അവർക്ക് റെഡ് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്, റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മില്യൺ വ്യൂസ് ആണ് മിക്കതിനും. അതുപോലെ ബ്ലാഡ് ആൻഡ് നിക്കി ആണെങ്കിലും കിഡ്സ് ഡയാന ആണെങ്കിലും. പിന്നെ വേറെ ഒന്നുണ്ട്, ബ്ലിപ്പിയുടെ എന്താ കാണിക്കാത്തതെന്നാണോടാ, ഒരുപാട് വ്യൂസ് ഉള്ള ചാനലാണ്. അങ്ങനെ കിട്ടുന്ന ചാനലുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കോമ്പറ്റീഷൻ അത്രയും ഹൈ ആയി. കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല, അത്രയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അത്രയും ഹൈ ആയി തുടങ്ങി. റെഡ് ഡയമണ്ട് ആയപ്പോൾ തന്നെ 14 ചാനലേ ഉള്ളൂ. വേൾഡിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ, കേരളത്തിലത്തെ കാര്യം ഇന്ത്യയിലത്തെ കാര്യമല്ല, വേൾഡിലത്തെ കാര്യമാണ് പറയുന്നത്. ഇനി 200 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത് യെല്ലോ സെന്റർ ഉള്ള യെല്ലോ എയറോ ഹെഡ് ഇല്ല, ഡയമണ്ടിന്റെ എയറോയുടെ ഹെഡ് യെല്ലോ ആയിരിക്കും നടുവിൽ. അങ്ങനെയുള്ള ഒരു പ്ലേ ബട്ടനാണ് കിട്ടുന്നത്. എത്ര ചാനലുകൾക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഗസ് അടിച്ച് നോക്കിയേ. വെറും 2 ചാനൽ, 2 ചാനലിലാണ് ഇതുവരെ ഈ യെല്ലോ സെന്ററുള്ള ഡയമണ്ട് പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഒന്ന് ടി സീരീസ് ആണ്, പിന്നെ ഒന്ന് മിസ്റ്റർ ബീസ്റ്റ് ആണ്. മിസ്റ്റർ ബീസ്റ്റ് നമുക്കറിയാം ലോകത്തിലത്തെ ഏറ്റവും നമ്പർ 1 യൂട്യൂബ് ചാനലാണ്. സോ മിസ്റ്റർ ബീസ്റ്റിന് കിട്ടാത്ത ഒരു എന്താ പറയുക യൂട്യൂബ് പ്ലേ ബട്ടണോ അല്ലെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റ് അവാർഡോ ഇല്ല. ആൾക്ക് കിട്ടിയ അവാർഡുകളാണ് ഇതുവരെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 200 മില്യൺ എത്തിയപ്പോൾ ടി സീരീസും മിസ്റ്റർ ബീസ്റ്റ് മാത്രമായി യെല്ലോ പ്ലേ ബട്ടൺ, ഡയമണ്ടിലെ യെല്ലോ ഷെയ്ഡ് നടുവില്. മിസ്റ്റർ ബീസ്റ്റിനും ടി സീരീസിനും മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. അത് യെല്ലോ ഷെയ്ഡായിട്ടല്ല അവർ കൊടുത്തിരിക്കുന്നത്. ശരിക്കും യെല്ലോ ഷെയ്ഡിനാണ് അത്, യെല്ലോ ഷെയ്ഡാണ് അവാർഡ്. പക്ഷെ അവർക്ക് 2 പേർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അവർക്ക് കൊടുത്തിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ടി സീരീസിന്റെ അവാർഡിന്റെ അതും മിസ്റ്റർ ബീസ്റ്റ് പിടിച്ചിരിക്കുന്നതും ഇടാം കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് മിസ്റ്റർ ബീസ്റ്റ് തന്നെ ഉള്ളൂ. മിസ്റ്റർ ബീസ്റ്റിന് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലത്തെ ഏറ്റവും വലിയ സബ്സ്ക്രൈബേഴ്സ്, ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ്. വരുമാനം നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റാവുന്നതിനപ്പുറമായിരിക്കും. ആൾക്ക് 2-3 ചാനൽസ് ഉണ്ട് കേട്ടോ. ആളുടെ ചാനലുകൾ സാധാരണ വരുന്നത് സ്റ്റണ്ടൊക്കെ നമ്മളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണണം. നമ്മൾ വിചാരിക്കും അയ്യോ ചെയ്യുന്ന ആൾ ചിലപ്പോൾ മരിച്ചു പോകുന്ന പോലും വിചാരിക്കും. അത്രയും ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണണം. പിന്നെ ഓരോ റൗണ്ടുകൾ, ഓരോ ചലഞ്ചസ് ഉണ്ടാവും. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ചലഞ്ചസ് ഒന്നല്ല, വലിയ ചലഞ്ചസ് ആയിരിക്കും. അത് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് $1,000,000 അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് ആൾ കൊടുക്കുക. അതും പല ചാക്കിലായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇത് കംപ്ലീറ്റ് ആക്കി 1 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ അങ്ങനെയൊക്കെ. 200 മില്യൺ എത്തപ്പോൾ ആ യെല്ലോ സെന്ററിലുള്ള പ്ലേ ബട്ടൺ 2 ചാനലുകൾക്ക് മാത്രമായിരുന്നു, ടി സീരീസും മിസ്റ്റർ ബീസ്റ്റും. അടുത്തതെന്ന് പറയുന്നത് 300 മില്യൺ എത്തുമ്പോൾ സബ്സ്ക്രൈബർ കൗണ്ട് 300 മില്യൺ ക്രോസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഡയമണ്ട് പ്ലേ ബട്ടൺ തന്നെ നടുവിൽ ഗ്രീൻ കളറായിരിക്കും. ആ ആരോ ഹെഡ് ഇല്ലേ, അത് ഗ്രീൻ കളറായിരിക്കും. ഇതും 2 ചാനലിന് മാത്രം, ടി സീരീസും മിസ്റ്റർ ബീസ്റ്റും. 2 ചാനല്. ടി സീരീസ് നമ്മുടെ ഇന്ത്യയിലത്തെയാണ്, മിസ്റ്റർ ബീസ്റ്റ് അമേരിക്കക്കാരനാണ്. അപ്പോൾ അവർ 2 പിടിച്ചിരിക്കുന്നതേ. അടുത്തത് 400 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡയമണ്ടിന്റെ സെന്റർ ബട്ടൺ ബ്ലൂ ആയിട്ടുള്ളത്. ഇത് ആകെ കൂടി ഇതുവരെ കിട്ടിയിട്ടുള്ളത് മിസ്റ്റർ ബീസ്റ്റിന് മാത്രമാണ്. അതാണ് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ മിസ്റ്റർ ബീസ്റ്റ് ആണ്. വ്യൂസും അമ്മാതിരി വ്യൂസും ആണ്. അപ്പോൾ മിസ്റ്റർ ബീസ്റ്റിന് മാത്രമാണ് 400 മില്യൺ
അവാർഡ് കിട്ടിയിട്ടുള്ളത്. 400 മില്യൺ സബ്സ്ക്രൈബേഴ്സിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യും. ഇനിയൊരു പ്ലേ ബട്ടൺ യൂട്യൂബ് കൊണ്ടുവരണമെങ്കിൽ അടുത്ത മൈൽ സ്റ്റോൺ ക്ലോസ് ചെയ്യണം. അതും കിട്ടുക മിസ്റ്റർ ബീസ്റ്റ് തന്നെയായിരിക്കും അല്ലേ. 500 മില്യൺ എത്തിക്കഴിഞ്ഞാലാണ് അടുത്ത കിട്ടുക. അത് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ആരെങ്കിലും ആയാലല്ലേ യൂട്യൂബ് അത് ഇറക്കേണ്ടേ അതിനെ കാര്യമുള്ളൂ. മിസ്റ്റർ ബീസ്റ്റ് 500 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലേ ബട്ടണും കൂടെ ആ ക്രിയേറ്റ് അവാർഡും കൂടെ ഡിക്ലെയർ ചെയ്യും. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ആയിട്ട് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് കെടുക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവാർഡുകൾ ഇതുവരെ കിട്ടിയിട്ടുള്ള അവാർഡുകളുടെ അടുത്ത് കെടുക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവാർഡുകളുടെ ഒരു ഫ്ലോ കിട്ടണമെങ്കിൽ മിസ്റ്റർ ബീസ്റ്റിനെ കിട്ടിയതെടുത്താൽ മതി. സിൽവർ കിട്ടി, ഗോൾഡ് കിട്ടി, ഡയമണ്ട് കിട്ടി, കസ്റ്റം ക്രിയേറ്റർ കിട്ടി, റെഡ് ഡയമണ്ട് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ യെല്ലോ സെൻറ്റർ, ഗ്രീൻ സെൻറ്റർ, അത് കഴിഞ്ഞപ്പോൾ ബ്ലൂ സെൻറ്റർ. നെക്സ്റ്റ് വെയിറ്റിംഗ് ആണ്. എന്താണല്ലോ ഒരു ഭാഗ്യം. അത് ഫോട്ടോ നോക്കി. അപ്പം എത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. ചങ്ങായിയുടെ ഫോട്ടോ നോക്കിയാൽ തന്നെ നമുക്കറിയാം. സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, റെഡ് ഡയമണ്ട്, പിന്നെ കസ്റ്റം ക്രിയേറ്റർ, ഗ്രീൻ ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്. അപ്പം ശരി, ബൈ.